ഈ പേരയ്ക്ക ഉപ്പും മുളക് ഇട്ടിട്ട് നമുക്ക് ഉണ്ണിക്കുട്ടനും പഠിക്കും കൊടുക്കാം. അപ്പോൾ ഇതേ പേരക്കായ ഇത് നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഉണ്ണികൾക്ക് കൊടുക്കണത് കേട്ടോ. അമ്പാടി ഇതേ അപ്പുറത്ത് നിന്നിട്ട് ഓരോ കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ട്. ഞാൻ ചെത്തണ പേരയ്ക്ക വാങ്ങാനും പിടിക്കാനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഉപ്പും മുളക് ഇട്ട് തരാം, കസാരയിൽ പോയി ഇരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ പിന്നെ അവിടെ പോയിട്ടോ ശല്യപ്പെടുത്താണ്ട്. പേരക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അതിങ്ങനെ നീളനെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ ഞാൻ അതിൻ്റെ ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ എടുക്കണം എന്നൊന്നുമില്ല, പിന്നെ ഞാൻ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു എന്ന് മാത്രം. അതൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി അതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ പിന്നെ ആവശ്യത്തിന് ഇത്തിരി ഉപ്പും കൂടിയും വിതറി കൊടുത്തു കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പേരയ്ക്ക ഉപ്പും മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട്. അമ്പാടിയാണ് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ണിക്കുട്ടനും അമ്പാടിയും തല്ലൂടാണ്ട് ഷെയർ ചെയ്ത് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ ആ രണ്ടുപേർക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിട്ടുണ്ട്. ഇവർക്ക് ഈ മാങ്ങ, പൈനാപ്പിൾ, പേരയ്ക്ക ഉപ്പിലിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.